ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സുമായിട്ടാണ്. പച്ചരി ഉപയോഗിച്ച് വളരെ സിമ്പിളായി വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ സ്നാക്സ് ഉണ്ടാക്കാനായി നമുക്ക് എടുക്കേണ്ടത് 1 കപ്പ് പച്ചരിയാണ്. ഈ പച്ചരി നന്നായി കഴുകി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താനായി വെക്കുക. ഈ 1 കപ്പ് പച്ചരി കൊണ്ട് 10 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് നല്ലവണ്ണം കഴുകി 2 മണിക്കൂർ കുതിർത്തിയെടുത്ത പച്ചരിയാണ്. ഇനി നമുക്ക് ഈ പച്ചരിയെ കുറച്ച് ചേരുവകളെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഈ പച്ചരിയെ ഒരു സ്റ്റെയിനറിലേക്കിട്ട് ഇതിലുള്ള വെള്ളമെല്ലാം നന്നായി വാർത്ത് കളയാം. ശേഷം ഈ പച്ചരിയെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അവസാനമായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇവയെല്ലാം നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. ഇനി ഈ ബാറ്ററിലേക്ക് 1-2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. അത് റെഡിയാക്കി എടുക്കാം. അതുവരെ ഈ ബാറ്റർ നമുക്ക് മാറ്റിവെക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്തിട്ട് ചെറുതീയിൽ നന്നായി മുരിച്ചെടുക്കുക. ശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിവെക്കുക. ഇനി നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കേണ്ടതുണ്ട്. അതിനായി 200 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ചെറു തീയിൽ തിളപ്പിച്ചെടുക്കുക. ശർക്കരയെല്ലാം നന്നായി വെള്ളത്തിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെയിനർ വെച്ച് ഈ ശർക്കരയൊന്ന് അരിച്ചെടുക്കാം. ഇതേ ചൂടോടുകൂടി തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചരിയുടെ മിശ്രിതത്തിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ഈ പച്ചരിയുടെ മിശ്രിതത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരു തവി കൊണ്ട് ഇതുപോലെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഈ അപ്പത്തിനുള്ളിൽ കാണുന്ന ആര് പോലെ വരുന്നതിന് സഹായിക്കും. കുക്കറപ്പം അല്ലെങ്കിൽ കലത്തപ്പം ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഞാനിവിടെയും ഉപയോഗിക്കുന്നത്. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൽ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. നമ്മളുണ്ടാക്കുന്ന ഈ സ്നാക്സ് നല്ല സോഫ്റ്റായി പൊന്തി വരുന്നതിനും നല്ലവണ്ണം ആരുകൾ വരുന്നതിനും വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി കരിഞ്ജീരകം കിട്ടാത്തവർക്ക് കറുത്ത എള്ള് ചേർത്താലും മതി. പക്ഷേ കരിഞ്ജീരകമാണ് ശരിക്കുള്ള ടേസ്റ്റ് തരുന്നത്. ഇവിടെ അവസാനം ചേർത്ത ഈ ചേരുവകളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അപ്പം ഉണ്ടാക്കാറുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാനായി ഇവിടെ എടുത്തിരിക്കുന്നത്. അടച്ചു വെച്ച് ഒരു മീഡിയം ഹീറ്റിൽ ഈ പാൻ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചട്ടി ഇതുപോലെ ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചരിയുടെ മിശ്രിതം ഒരു മീഡിയം വലിപ്പമുള്ള തവിയുടെ 1.5 തവി ഈ ചൂടായിരിക്കുന്ന അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ബർണറിൻ്റെ വലുപ്പത്തിനനുസരിച്ചും ചട്ടിയുടെ കനത്തിനനുസരിച്ചും ഈ സമയത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. 3 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നു നോക്കി ഈ അപ്പത്തിൻ്റെ വശങ്ങളെല്ലാം ചെറുതായി ഈ കാണുന്നത് പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഈ അപ്പം പ്രോപ്പറായി കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ അടച്ചു വെച്ച് 1 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക. വശങ്ങളെല്ലാം നല്ല മൊരിഞ്ഞു വരുന്ന സമയത്ത് ഈ അപ്പത്തെ ഇതുപോലുള്ള ഒരു പരന്ന തവിയെടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് അപ്പം ഇതുപോലെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ് പെർഫെക്റ്റായി ഇതുപോലെ കുക്കായിട്ടുണ്ടാവും. അപ്പത്തിൻ്റെ 2 വശങ്ങളും ഇതുപോലെ നന്നായി മുരിച്ചെടുക്കുക. എന്നാൽ മാത്രമേ ഈ സ്നാക്കിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണിത്. ഈ സ്നാക്സ് വളരെ സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള അപ്പങ്ങളും കൂടി ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് അടികട്ടിയുള്ള ഇരുമ്പിൻ്റെയോ മണ്ണിൻ്റെയോ ഒരു പാത്രം എടുത്താലും മതിയാവും. പാത്രം മാറുന്നതനുസരിച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല സ്നാക്സുകൾക്കും നല്ല നല്ല വിഭവങ്ങൾക്കുമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്ത് സംശയങ്ങളും എനിക്ക് കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങൾക്ക് കാണാം ഉള്ളിലെല്ലാം നല്ല ആരുകൾ വന്ന് ഈ സ്നാക്സ് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് എൻ്റെ ചാനലിലെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് ഷാജഹാൻ.